സഹിൻ ആന്റണി, ഗുഡ് മോർണിംഗ്. കൊച്ചിയിൽ ഉദ്ഘാടന പരിപാടി ഉണ്ടോ? പ്രത്യേകിച്ചൊരു ഉദ്ഘാടന പരിപാടി ഉണ്ടോ? എല്ലാ കാര്യങ്ങളും സെറ്റാണോ? സേതു, ഉദ്ഘാടന പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലുവ ബസ് സ്റ്റാൻഡിലാണ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ്. ഇവിടെ മറ്റൊരു സംഭവം നടക്കുകയാണ്. അതായത് പൊതുഗതാഗത സംവിധാനത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന സ്വകാര്യ ബസ്സുകളെ ഇല്ലാതാക്കുന്ന സർക്കാർ നടപടി എന്നാണ് സ്വകാര്യ ബസ്സുകൾ പറയുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ഒരു സ്വകാര്യ ബസ്സിലാണ്. ഈ ബസ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിലെ പുരുഷന്മാരായ യാത്രക്കാർക്കെല്ലാം ഇന്ന് സൗജന്യ യാത്രയാണ്. പുരുഷന്മാരോടൊക്കെ തന്നെ ചോദിക്കാം, ചേട്ടാ പൈസ കൊടുക്കേണ്ടി വന്നു? ഇല്ലില്ല, ഇന്ന് പൈസ ഇല്ല, ഇന്ന് ഫ്രീ ആയിട്ടാണ്. ഫ്രീ ആയിട്ടാണ് യാത്ര, ഫ്രീ ആയിട്ട് ചെയ്യേണ്ടി വന്നു. എന്തായാലും ഇതിൻ്റെ ബസ്സിൻ്റെ ഉടമയുണ്ടല്ലോ, അദ്ദേഹത്തോടു കൂടി കാര്യങ്ങൾ ചോദിക്കാം. അദ്ദേഹം സൗജന്യ ബസ് യാത്ര കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. ടിക്കറ്റ് എടുക്കേണ്ടി വന്നോ? എടുത്തിട്ടില്ല. നിങ്ങൾക്ക് ഫ്രീ ആണ്. അപ്പോൾ ആർക്കും ടിക്കറ്റ് കൊടുക്കുന്നില്ല, പ്രത്യേകിച്ചും പുരുഷന്മാർക്ക് ടിക്കറ്റ് ഫ്രീ ആണ്. എന്താ പുരുഷന്മാർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്? പുരുഷന്മാർ നമ്മൾ KSRTC സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പറഞ്ഞേക്കണം. അപ്പോൾ ഒരു ദിവസം നമ്മൾ ഇന്നത്തെ ദിവസം പുരുഷന്മാരെ സൗജന്യമായിട്ട് കൊണ്ടുപോവാണ് എന്ന് പറയാം. ഞാനൊക്കെ പഠിച്ചിരിക്കുന്നത് ജനറൽ ന്യൂട്രാലിറ്റി എന്ന് പറയണേ അല്ലേ? സ്ത്രീകൾക്ക് മധുരം കൊടുക്കും, സമത്വം, അതിനെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു പ്രവണത കൂടിയാണല്ലോ. അപ്പോൾ അത് പറയുന്നു, ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. പുരുഷന്മാരെ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യുന്നു. സ്ത്രീകൾക്ക് KSRTC ഓർഡിനറിയിൽ ഫ്രീ സൗജന്യ യാത്ര കൊടുക്കാൻ നേരത്ത് പുരുഷന്മാരെ സൗജന്യമായി കൊണ്ടുപോകണമെന്നുള്ളതായിരിക്കും ഈ ബസ് ഉടമയുടെ തീരുമാനം. നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീകൾക്ക് മധുരമൊക്കെ കൊടുത്തിട്ടുണ്ട്. അവരുടെ കയ്യിൽ, എല്ലാവരുടെയും കയ്യിൽ ലഡ്ഡു ഒക്കെ ഉണ്ട്. സ്ത്രീകൾക്ക് മധുരമാണ് കൊടുക്കുന്നത്, പുരുഷന്മാർക്ക് സൗജന്യ യാത്രയും. എന്തായാലും ഒരു രസകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഓർഡിനറി ബസ്സിൽ ഫ്രീ യാത്ര കൊടുക്കാൻ നേരത്ത് ഇവിടെ പുരുഷന്മാർക്ക് കൂടി ഒരു യാത്ര വേണമല്ലോ. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ പോലെ അമ്മയ്ക്കൊന്നും ടിക്കറ്റ് എടുക്കേണ്ടി വന്നില്ല എന്നുള്ളതാണ്. മറ്റ് ആളുകളൊക്കെ ഇവിടെ ഉണ്ട്, അവരോട് കൂടി ചോദിക്കാം. ടിക്കറ്റ് എടുക്കേണ്ടി വന്നോ? ടിക്കറ്റ് എടുത്തു? മധുരം കിട്ടിയെന്നോ? KSRTC ബസ്, ഓർഡിനറി ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയുണ്ട്. എങ്ങനെയുണ്ടത്? ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ല, ഇന്നാണല്ലോ തുടങ്ങുന്നത്. നല്ല നല്ല സംവിധാനമായിരിക്കില്ലേ? അതെ. അതുപോലെ എല്ലാവർക്കും KSRTC ബസ്സിൻ്റെ ഒരു തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നുണ്ട്. സ്ത്രീകളടക്കമുള്ള ആളുകൾ എല്ലാവരും നന്നായി തന്നെ സ്വാഗതം ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം കൊച്ചിയിൽ സ്വകാര്യ ബസ്സുകൾക്കാണ് പ്രാധാന്യമേറെയുള്ളത്. കാരണം കൂടുതൽ സ്വകാര്യ ബസ്സുകളാണ് കൊച്ചിയിൽ ആകമാനം ഓടുന്നത്. ഓർഡിനറി ബസ്സുകൾക്കൊക്കെ നന്നെ യാത്രക്കാർ കുറവായിരിക്കും. കൊച്ചിയിൽ പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ, എല്ലാ ഭാഗങ്ങളിലേക്കും സ്വകാര്യ ബസ്സുകളാണ് ആശ്രയിക്കുന്നത് ആളുകൾ. ഓർഡിനറി ബസ്സുകളിൽ നന്നെ ആളുകൾ കുറവായിരിക്കും. അല്ലെങ്കിൽ ഓർഡിനറി ബസ്സുകളിൽ പൊതുവെ കൊച്ചിയിൽ കുറവാണ്, ഓർഡിനറി ബസ്സുകളുടെ എണ്ണവും കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ സ്വകാര്യ ബസ്സുകളിലെ യാത്രകളെ കൂടി ഇത് ബാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ സ്വകാര്യ ബസ് ആളുകൾ അതിന്റെ ആശങ്കകൾ സ്വകാര്യ ബസ് ഉടമകൾ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുമ്പോൾ കൂടുതൽ പേരും ഇപ്പൊ പൊതുഗതാഗതത്തെ ആശ്രയിക്കുന്നതിൽ പകുതിയിൽ കൂടുതലും പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളാണ്. അപ്പൊ സ്ത്രീകൾക്ക് ഓർഡിനറി ബസ്സിൽ സൗജന്യ യാത്ര കൊടുക്കുമ്പോൾ നിശ്ചയമായിട്ടും നമ്മൾ അതിലേക്ക് തന്നെയായിരിക്കും കൂടുതൽ സ്ത്രീകളും പോവുക. അപ്പോൾ